ഞാനിപ്പോൾ ഉള്ളത് കാക്കനാടാണ്. കാക്കനാട് നമ്മുടെ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. ആ ഒരു മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു സീന് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ അവര് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവര് സ്പീഡ് ഡോഗ് ആയതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ എക്സ്പെൻസും ഇതൊക്കെ നോക്കിയിട്ട് അവര് റോട്ടിൽ കൊണ്ട് ഇട്ടേച്ചു. നമ്മളെന്നിട്ട് റോട്ടിലായിരുന്നു നമ്മൾ ഡ്യൂട്ടിക്ക് വന്ന സമയത്താണ് നമ്മൾ തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഇട്ടു. റോട്ടിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് പോയിട്ടേ വണ്ടി ഇടിക്കുന്ന പോലെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പിടിച്ച് ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ട് കിടക്കുകയായിരുന്നു. മഴയത്തല്ല, രാവിലെ മഴയില്ലായിരുന്നു. രാവിലെ കിടക്കുന്നതാണ്. ആ ഞങ്ങൾ രാവിലെ ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് ആരും റെസ്ക്യൂലും നോക്കിയപ്പോ 2-3 ചേട്ടന്മാരെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ കിടത്താൻ വേണ്ടി സാമെന്ന് പറഞ്ഞൊരു ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പഴത്തെ ആന്റി വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 മണിയാകുമ്പോ അവരുണ്ടാവത്തുള്ളൂ. ഞങ്ങളുടെ സലൂണാണ്. അപ്പൊ ഇതുപോലുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ഒരുപാട് ആളുകൾ ഈ വഴിയിൽ പോയെങ്കിലും ഇങ്ങനെയുള്ള ഒരു നായ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല. റോഡിലിട്ടത് ഭയങ്കര മോശമാണ്. ഭക്ഷണം കാര്യങ്ങളൊന്നും അവർ കഴിക്കുന്നില്ലോ. ആരോ വന്നിട്ട് ചോറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആള് പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ. നമ്മളൊത്തിരി റിസ്കിന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇവരെ കിട്ടിയത്. കുറെ ആൾക്കാരെ വിളിച്ചിട്ട് അവര് കോള് ബിസിയാക്കി കളയോ, എടുക്കുന്ന പോലും ഇല്ല. ഇവിടെ അടുത്തൊക്കെയുള്ള ₹6,000 കൊടുത്തു കഴിഞ്ഞാലേ ഇവരെ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഇവിടെ പാലക്കാട് ഓട്ടോ വന്നിട്ട് ഇവരെ ട്രീറ്റ്മെന്റിനാണോ? വണ്ടി വിളിക്കാനാണ്. പാലക്കാട് വണ്ടി തിരിച്ചു കൊണ്ടുപോകും. ഇതിന്റെ കണ്ടീഷൻ ഭയങ്കര മോശമാവും. ക്യാഷാണ്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോക്കോ എടുക്കാം. ഏതോ പിള്ളേര് 2,000 എന്തോ കളഞ്ഞിട്ട് ഓൾറെഡി എന്തോ ബേസിക് ട്രീറ്റ്മെന്റ് ഒന്നും അവന് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പക്ഷെ എന്നിട്ടും പിന്നെ ഹോസ്പിറ്റലുകാര് കൊണ്ട് ഇതാക്കിയതാന്ന് തോന്നുന്നു. റോട്ടിൽ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടു റോട്ടിൽ വണ്ടി തട്ടിയിട്ടാണ് ഈ ഒരു നായ കിടക്കുന്നുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇവരായിരുന്നു അതിനെ ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഇവിടെ നിന്നും അതിനെ ചികിത്സിക്കാനായിട്ട് ശ്യാം എന്ന് പറയുന്ന ഒരു ആളുടെ അടുത്തേക്കാണ് ഇപ്പോൾ ഇവർ ഓട്ടോ വിളിച്ചിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ആക്കിക്കൊണ്ട് പലരും ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഒരാളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ജീവിയുടെ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യനല്ലെങ്കിലും വേദന കൊണ്ട് പുളയുന്ന ഒരു നായയാണ്. എന്തായാലും മനസ്സാക്ഷിയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുള്ളത് തന്നെ വളരെയധികം സന്തോഷം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.